അബ്രഹാമിൻ്റെ ചെറുമകൻ അരുണാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ ഈ ഇത്തരം കാട്ടുപോത്തിൻ്റെ ഭീഷണിയെക്കുറിച്ച് പറഞ്ഞിരുന്നു മുമ്പ്. എന്താ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു മുമ്പ്? ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് മലയിൽ പപ്പ പോയപ്പോൾ പപ്പേനെ കാട്ടുപോത്ത് ഓടിച്ച് മരത്തിൽ കയറ്റിയതാണ്. അന്നേരം ഫോറസ്റ്റുകാരോട് പറയുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഫോറസ്റ്റുകാരോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. ഇതുവരെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു നീക്കം ഉണ്ടായിട്ടില്ല. എന്താ സംഭവിച്ചതെന്ന്? അന്ന് ആ മലയിൽ പോയപ്പം ഇതുങ്ങൾ പപ്പേനെ ഓടിച്ച് മരത്തിൽ പപ്പ വേഗം പോയി മരത്തിൽ കയറി വരുന്നുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഇതുങ്ങൾ കുത്തി നാശമാക്കി. കൃഷിപ്പണിക്ക് പോയ കൃഷിപ്പണിക്ക് പോയ സമയത്ത് അത് 2-3 ദിവസം മുമ്പ്, ഒരാഴ്ച മുമ്പ് ആണ് ഈ സംഭവം. അന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. അന്ന് പറഞ്ഞതാണ്. നേരിട്ട് പോയിട്ട് പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളുണ്ട് ഒക്കെ പറഞ്ഞു. അത് ഇതുവരെ അവരൊന്നും ഇത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. കളക്ടറുടെ ഓർഡർ നോക്കി നിൽക്കുകയെന്ന് പറഞ്ഞേ. ഇന്നലെ വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു കളക്ടറുടെ ഓർഡറാണ്. പപ്പ ഇവിടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു? അരുണൊക്കെ ഇവിടെ വരാം? ഞാനിവിടെ സ്കൂൾ അടയ്ക്കുമ്പോൾ ഒക്കെ വരാറുണ്ട്. ഞങ്ങൾ വന്നു കഴിഞ്ഞാലേ പപ്പയ്ക്ക് ഒരു സന്തോഷം വരുള്ളൂ. ഞങ്ങൾ വരുമ്പോഴും പപ്പയാണ് ഇവിടുത്തെ ഞങ്ങളുടെ എല്ലാം ആളനക്കവും കാര്യങ്ങളും ഒക്കെ. ഞങ്ങളിപ്പം കുളിക്കാൻ പോകണമെങ്കിലും എല്ലാ കാര്യത്തിനും പപ്പയാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഞങ്ങളുടെ പപ്പ പോയി. അരുണിൻ്റെ സങ്കടം നമ്മോട് പങ്കുവെക്കുകയാണ്. പപ്പയായിരുന്നു അവരുടെ പേരമക്കളുടെ എല്ലാം ഉറ്റ സുഹൃത്തായിരുന്നു. അവരുടെ ഒപ്പം ജീവിച്ച ആളാണ്. ആ പപ്പയാണ് നഷ്ടമായിരിക്കുന്നത്. എൻ്റെ സങ്കടം അരുൺ പറയുന്നുണ്ട്. ഇത് ഒരാഴ്ച മുമ്പ് സമാനമായ സംഭവം, കാട്ടുപോത്തിൻ്റെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ജീവൻ രക്ഷം തേടി മരത്തിൽ കയറിയതുകൊണ്ട് രക്ഷപ്പെട്ട. അന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് ഈ വിഷയം അബ്രഹാം നേരിട്ടെത്തി പരാതി പറഞ്ഞത്. പക്ഷേ അതിൽ നടപടിയൊന്നും ഉണ്ടായില്ല. അതിൻ്റെ ദുരന്ത പര്യവസാനമാണ് ഇന്നലെ അതേ സ്ഥലത്ത് വെച്ച് സംഭവിച്ചിരിക്കുന്നത്. ജസ്റ്റിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.